മുഅല്ലിമീങ്ങളെ കണ്ടിരുന്നാൽ വേഷവും ഖാലിഖിനെ ഓർക്കാനുതകണം സംസാരവും. അതുകൊണ്ട് തഖ്വ വേണ്ടതാണവർക്കൊക്കെയും പഠിക്കുന്നവർക്കുമുണ്ടതിനാൽ നന്മയും. തലപ്പാവൊഴിക്കരുതവരിലാരും താടിയും കൈവിട്ടു കളയണമേ ഹബീബേ ബീഡിയും. വഖ്തിന്റെ ആദ്യം തന്നെ നിസ്കരിക്കേണ്ടതാ, ജമാഅത്തും ഒഴിക്കാതെ ശ്രദ്ധിക്കേണ്ടതാ. റവാത്തിബും മുടങ്ങാതെ തന്നെടുക്കേണ്ടതാ. ഇവയൊക്കെ ശിഷ്യരിൽ പകരുവാനുതകുന്നതാ. അശൈഖ് ഖൈറവാനി സ്വന്തം പുത്രനെ പഠിപ്പിച്ചതിനൊരു 100 പൊന്നുസ്താദിനെ കൊടുക്കുന്നതായി പഠിപ്പിച്ചതോ ഹിസ്ബുന്ന. അപ്പോൾ പറഞ്ഞ ഞാനിതിനെന്നാ. ഖുർആന്റെ ഗ്രേഡിന് ശൈഖുന കുറവാക്കി, അതുകൊണ്ട് പുത്രനെ മാറ്റി വേറെയുമാക്കി. ഖുർആൻ പഠിപ്പിക്കാൻ ഹുസൈനവർ പുത്രനെ അബ്ദുൽ റഹ്മാൻ സൽമിയ ഉസ്താദിനെ ഏൽപ്പിച്ചു. സൈനുൽ ആബിദീൻ പോകുന്നതായി ഫാത്തിഹ പഠിച്ചും കൊണ്ടു താൻ മടങ്ങുന്നതായി. ബാപ്പയുടെ മുന്നിൽ വന്നു മകനോതുന്നതായി. അതു കേട്ട് ബാപ്പ ഹുസൈനുടൻ സന്തുഷ്ടനായി. ഉസ്താദിനെപ്പോൾ വെള്ളിയും 10,000 കൊടുക്കുന്നതായി അഫ്റാസ് 10 മേൽത്തരം. കൂടാതെ പെട്ടിയിൽ 10 ജോഡി ലിബാസുകൾ കൊടുക്കുന്നതും കണ്ടെന്ന് ചോദിച്ചാളുകൾ. ഇതിനിത്രയും കൊടുക്കേണ്ട ഹക്കെന്തുണ്ട്? അതിനുത്തരം ഇതിലുപരി തന്നെ അതിനുണ്ട്. പഠിപ്പിച്ചു എൻ്റെ മകന് ഫാത്തിഹ സൂറത്ത്. ജദ്ദിൽ ഇറങ്ങിയതിൽ ഉദിന്നാരിഫഅത്ത്. ഹസീനത്തിൽ ഇത് നോക്കിയാൽ കാണുന്നതാ. 76-ാം പേജതിൽ വിവരിച്ചതാ. മുഅല്ലിമീങ്ങളിൽ മിക്ക പേരും അഫ്ഖറ. പ്രാർത്ഥിച്ചതാണതു മുസ്തഫ ഖൈറുൽ വറ. പണമുള്ളവൻ പഠിപ്പിക്കുവാൻ മടിക്കുന്നതാ. അതുകൊണ്ട് ഖുർആൻ തന്നെ പാഴാകുന്നതാ. എന്തെങ്കിലും അവർക്കിന്ന് നാം കൊടുക്കുന്നത് കരിങ്കല്ലിനേക്കാൾ ഭാരമാ നമുക്കുള്ളത്. എന്തെങ്കിലും അവർക്കിന്ന് നാം കൊടുക്കുന്നത് കരിങ്കല്ലിനേക്കാൾ ഭാരമാ നമുക്കുള്ളത്. ഒരു തെങ്ങ് ദർസിന് നൽകിയെന്നാൽ പിന്നെ 90-ലധികം പ്രായമാണേ പൊന്നേ. തൗഫീഖ് തായ റബ്ബനാ ലിതിലാവത്തിൽ ഖുർആനി അതുകൊണ്ടമലിനും നീ നിത്യമിൽ. ഗുണം ചെയ്യണേ നബിക്കും സ്വഹാബത്താലിനും. ഖുർആൻ ശരീഫ് ഓതുന്ന കാലം മുഴുവനും